a weekend plan. I don't have any plan for my weekend. That's why I just thought that just roam the city. I was first of all I was alone here from my base. That's why I don't have four friends here when I came here. But on these days, I thought that how can I just make the possible just like I can make maximum travel and just explore the city on the weekends, and most of the days I will be very bored because of I mean very bored. That's why I thought that to make it some enjoyable weekend. That's why I just planned. സോറി ഞാൻ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാനായിട്ടായിരിക്കും നല്ലത്. ഞാനൊരു മറൈൻ ഡ്രൈവ് വരെ പോയാലെന്നാണ് ഈ ആഴ്ച ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ രാവിലെ തൊട്ട് തന്നെ പ്ലാനിങ് എല്ലാം നന്നായി നടന്നു. പക്ഷേ ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് മടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5:45-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ആകെ ഒരു അരമണിക്കൂർ 3/4 പോയാലും മറൈൻ ഡ്രൈവ് എത്തും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് എനിക്കറിയില്ല തിരക്കുണ്ടാവുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് പക്ഷേ ഭയങ്കര ഞാൻ ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കി, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ മറൈൻ ലൈൻസ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഓൺലി നടക്കാനുള്ള സ്പീഡേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ നമ്മൾ ബാന്ദ്രയൊക്കെ കഴിഞ്ഞിട്ടാണ് മറൈൻ ലൈൻസ് എത്തുക. ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനാണ്. ഈ ലൈനിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ്. നമ്മൾ ചർച്ച് ഗേറ്റ് ഇറങ്ങിയാലും നമുക്ക് മറൈൻ ലൈൻസ് എത്താൻ പറ്റും. പക്ഷെ ഞാൻ നേരിട്ട് മറൈൻ ഡ്രൈവിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് മറൈൻ ലൈൻസിലുള്ള ടിക്കറ്റാണ് എടുത്തത്. പൊതുവേ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ഈ ബോഗിയൊക്കെ ഭയങ്കര റഷായിരിക്കും ആൾക്കാരുടെ. ബിക്കോസ് ഇത് ഓഫീസ് എൻഡിങ് അവേഴ്സ്, ഓഫീസ് സ്റ്റാർട്ടിങ് അവേഴ്സ്, മോസ്റ്റ് ഓഫ് ദിസ് ടൈംസ് ഇറ്റ് വിൽ ബി വെരി റഷ്. ആൻഡ് നമുക്ക് നല്ല പോലെ ആളുകൾ തൂങ്ങിയൊക്കെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും ഇത് ലോക്കലിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ പോകുന്ന സമയത്ത് അധികവും അത്ര തിരക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ചില എന്നാലും പ്രോബബിളി കുറവാണ് തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടത്. കുറച്ച് കഴിയുമ്പോൾ സീറ്റിൽ ആ ബോഗി തന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം. ഐ തിങ്ക് ഇത് ഏകദേശം 5:30 സംതിങ് ഓർ 6 ഓർ സംതിങ് ആയിട്ടുണ്ടാവും സമയം. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ സമയമായി. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. വീക്കെൻഡ് അല്ലേ, നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, കുറച്ചൊന്ന് എൻജോയബിൾ ആക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ട്രെയിനിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വോയിസ് ഇട്ടിരുന്നു, പക്ഷെ അത് തീരെ ക്ലിയർ ഇല്ല. അവൻ്റെ ട്രെയിനിൻ്റെ സൗണ്ട്, പിന്നെ വണ്ടികളുടെ ഹോൺ സൗണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ അത് അത്ര ക്ലിയർ ആയി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിത് വേറെ വോയിസ് ഓവറായിട്ടിടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. വീഡിയോ എടുത്തപ്പോൾ മെയിനായിട്ട് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ സാധാ പോലെ ഫോണിൽ പോർട്രേറ്റ് ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോറേജ് അത്യാവശ്യം കുറവായിരുന്നു. അതുകൊണ്ട് ഇൻഷോട്ട് ഡൗൺലോഡാക്കിയാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ റെസൊല്യൂഷനിൽ ഇട്ടപ്പോൾ ഏകദേശം 2 സൈഡും ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു സ്ക്രീനിലാണ് വീഡിയോ ഇട്ടത്. ഞാനും പിന്നെ വേറൊരാളും മാത്രമാണ് എന്തായാലും ബാക്കി ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് നല്ല സ്മൂത്തായിട്ടുള്ള ജേർണി ലാൻഡ്സ്കേപ്പായിട്ട് വീഡിയോ എടുക്കും. ജയൻ സ്റ്റേഷനെത്തി ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 7:02 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സൺസെറ്റ് കുറച്ച് സമയം വൈകിയാണ് വരുന്നത്. ബാങ്കൊക്കെ 7 മണി 7:05 അവർ ബാങ്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് തന്നെ പെട്ടെന്ന് നടത്ത പോലെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവില്ല. ഞാനിങ്ങനെ ഇവിടെ സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. വോക്ക് ഓവറിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും, വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൂം ചെയ്ത് കാണിച്ചിരുന്നത് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ഒന്നുമില്ല, പക്ഷേ നൈസായിരുന്നു. പ്ലേസൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ഇവിടെ വോക്ക് ഓവർ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ ഒക്കെ മറൈൻ ലൈൻ സ്റ്റേഷനിൽ നിന്ന്. ഇവിടെ കുറച്ച് ആളുകളെ കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നുമല്ല അടുത്ത് മറൈൻ ഡ്രൈവിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ ക്ലിപ്പ്
ലോക്കൽ ആയാലും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ കാണാം നമുക്ക്. ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഇടവഴിയിൽ വലിയ വീതിയൊന്നും ഇല്ലാത്തൊരു വഴിയിലൂടെ നടന്ന് എത്താനുള്ളതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ബീച്ചിൻ്റെ അവിടെ എക്സിറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഇതിലെ നടന്നാൽ അവിടെ എത്താവുന്നേ ഉള്ളൂ. പിന്നെ റോഡ് ക്രോസ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. റോഡ് ക്രോസ് ചെയ്യാൻ സീബ്ര ലൈന് അതുപോലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം സീബ്ര ലൈനോ അല്ലെങ്കിൽ പോലീസുകാർ നിൽക്കുന്ന സ്ഥലമോ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വണ്ടീൻ്റെ ഫ്രീക്വൻസി ആനകളുടെ ഫ്രീക്വൻസി അത്ര കൂടുതലാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റാത്തത്. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ വണ്ടി വരും. ഇതിൽ നടന്നുകൊണ്ടിരിക്കണം. വീഡിയോ ഒന്നും അത്ര ക്ലിയർ ഒന്നുമില്ല. എന്നാലും എനിക്കത് ഒന്ന് പോസ്റ്റ് ചെയ്യണം തോന്നി. എനിക്ക് കരിയർത്ത് കൂടി സ്റ്റാർട്ട് ചെയ്യണം തോന്നി. ഇങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ അങ്ങനെ തുടങ്ങി. അതുകൊണ്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത്. ഇപ്പോൾ ഏകദേശം സമയം 11 മണിയായിട്ടുണ്ട്. പക്ഷെ വോയിസ് ഓവർ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തിനായാലും നമ്മൾ റെഡി ആകുമ്പോഴാണല്ലോ ഇതൊക്കെ നടക്കുക. അങ്ങനെ വിചാരിച്ചൊരു ഡിസിഷൻ എടുത്താണ്. നമ്മളിതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നടക്കാനായിരുന്നു. പിന്നെ after came here I just most of the time ഞാനിങ്ങനെ പ്രിഫർ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ നടത്താണ് പ്രിഫർ ചെയ്യുക. കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസസ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ നടക്കുമ്പോഴാണ് കിട്ടുന്നതാണ് എനിക്കത് കുറച്ചും കൂടെ തോന്നിയിട്ടുള്ളത്. ഇവിടെ അധികമായിട്ടും ഇവിടെ ടാക്സിയാണുള്ളത്. അപ്പോൾ ടാക്സി ആകുമ്പോൾ അത് തന്നെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടക്കണം ബെറ്റർ. നല്ല ബ്ലൂ സ്കൈ ആണ് ഇന്ന് ഉണ്ടായിരുന്നത്. നല്ല ബ്ലൂ സ്കൈ, നല്ല ഭംഗിയുള്ള കുറച്ച് ഷോർട്സൊക്കെ എടുക്കാൻ പറ്റി. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു സാംസങ് ആണ്. ഞാനതുകൊണ്ട് ഏറ്റവും ബെറ്ററായി എങ്ങനെ വേണോ അങ്ങനെയാണ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്കിവിടെ സിറ്റി ബസ്സുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു ഇവിടെ 2 ടണലുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തായിട്ടുള്ളത് ഈ മറൈൻ ബീച്ചിൻ്റെ അടുത്ത് ഉള്ളത്. അത് 2 നമുക്ക് കാണാൻ പറ്റും അവിടെ. പിന്നെ ഏകദേശം വീക്കെൻഡ് സൺസെറ്റ് സെയിം ബീച്ചിൻ്റെ പാർട്ടായിട്ട് തന്നെ സമയമായിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കടയിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ സമയം വൈകി. അപ്പോൾ സൺസെറ്റ് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മൺസൂണൊക്കെ തുടങ്ങാനായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കൈൻ്റെ ഒരു റെഡിഷ് സ്കൈ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ കാണാൻ പറ്റും. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കണ്ടോ, ആകാശത്തിനൊക്കെ നല്ല യെല്ലോ കളറാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ഇതിൽ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നടുവിൽ ബോർഡർ ഉണ്ട്, ബാരിക്കേഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബാരിക്കേഡ് ഓപ്പൺ ആയ സ്ഥലം നോക്കിയിട്ട് വേണം നമുക്ക് നടന്ന് പോയിട്ട് വേണം അവിടെ നിന്ന് വേണം ക്രോസ് ചെയ്യാൻ. അപ്പം ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി, നല്ല നൈസ് ആൻഡ് നീറ്റ് പ്ലേസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയ വേറെ ചില റോഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും. കാരണം ചർച്ച് ഗേറ്റിലേക്കുള്ള ഷോർട്ട് വേ. അതേപോലെ മുംബൈയിലെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് CSMT എന്ന് പറയുന്നത്. CSMTയിലേക്കുള്ള വോക്ക് വേ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് നടന്നാലെത്താനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് CSMTയിലേക്കും ചർച്ച് ഗേറ്റിലേക്കും വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. മുംബൈയിലെ പ്രധാന ടാക്സി ആയ യെല്ലോ ആൻഡ് ബ്ലാക്ക് ടാക്സീസ് ഓൾസോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ബാരിക്കേഡ് ഓപ്പൺ ആയ സ്ഥലം കണ്ടാൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഇവിടെ മേലെ കൂടെ ഒരു ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട്. റോഡിന് കുറച്ചും കൂടെ അപ്പുറം 2-3 കുറച്ച് കിലോമീറ്ററുകൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഹാജി അലി ദർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുൾ വോക്ക് ഓവറാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല റോഡുകളാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുക. ഞാൻ വേറൊരു വീഡിയോയിൽ ഹാജി അലി ദർഗേൻ്റെ വീഡിയോകൾ കാണിച്ചു തരാം.
ഇപ്പോൾ അത് ഏകദേശം നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സ്ഥലം കണ്ടിട്ടുണ്ട്. സൺസെറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആകാശം റെഡിഷ് സ്കൈയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ കുറേ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ ഫ്രീനെസ്സും നമ്മൾ അവിടെ എത്തിയ കാണില്ല. ഞാൻ ആദ്യം പോയപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഫ്രീ ആണല്ലോ എന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ആളുകൾ നല്ല ആളുണ്ടായിരുന്നു സൺസെറ്റ് കാണാൻ. സത്യം പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ പോലും ഒരു പ്രാവശ്യം വോയിസ് ഇട്ടാൽ ഞാനത് കേൾക്കാത്തതാണ്. പക്ഷെ എനിക്ക് ചെയ്യണം തോന്നി. കാരണം നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യത്തിന് നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും ഒരു ഇറങ്ങുമ്പോൾ നമ്മളതിനെ കൊണ്ട് കംഫർട്ടാവുന്നതാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വോയിസ് ഇടാത്ത ആളാണ്. പക്ഷെ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ തന്നെ അത് കേൾക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എൻ്റെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നി നമ്മളത് പോസിബിൾ ആക്കണം. നമ്മൾ ഡിസ്കംഫർട്ടിനെ നമ്മൾ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞാൻ തോന്നി കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ആക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ ആളുകളോട് സംസാരിക്കുന്നത്, പുതിയ സ്ഥലങ്ങളിൽ വരുന്നത്, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആക്കുമെന്ന് എനിക്ക് തോന്നി. നമുക്കൊരു സെൽഫായിട്ട് എല്ലാം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് പോസിബിൾ ആവും. ഞാനിവിടെ രണ്ടാമത്തെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ക്രൗഡ് നമുക്ക് കാണാൻ പറ്റും. അത്രക്കും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഈ ഞായറാഴ്ച. വെഹിക്കിൾസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. എങ്ങനെയായാലും സീബ്ര ലൈൻ ആകുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇതാണ് അടുത്ത ഞാൻ പറഞ്ഞ ക്രൗഡ്. അത്രക്കും നല്ല പീപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസ് കിട്ടി കാണാനും ഇരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റി. ആ ഒരു ഈവനിങ് നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ആളുകളുടെ മലയാളികളായ ആളുകളും അധികം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഇതേപോലെ തന്നെ മുംബൈൻ്റെ വേറെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അവിടെ ഞാൻ അത്യാവശ്യം മലയാളികളെ കണ്ടിട്ടുണ്ട്. ഗേറ്റ് വേൻ്റെ വീഡിയോ വേറൊരു ദിവസം ഞാനിടാം. ഗേറ്റ് വേ ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ വ്ളോഗൊന്നും എടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ രണ്ടും എനിക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇതാണ് വ്യൂ, മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രക്കും നല്ല പക്ഷെ അടിപൊളിയാണ്. ഇത് ഏകദേശം ഒരു യു ഷേപ്പിലാണ് ഇത് വരുന്നത്. നമുക്കിങ്ങനെ നടന്ന് തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. അത്യാവശ്യം ഒരു ഈവനിങ് വോക്കൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ചൊരു ക്രൗഡാണ്, എന്നാലും അടിപൊളി വ്യൂ ആണ്. ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ്. നല്ല വിൻഡോ ഒക്കെ കൊണ്ട് അത്യാവശ്യം ഈവനിങ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം ഈ ഒരു സീസണിൽ മുംബൈയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഒരു 2-3 days ആയിട്ട് അത്യാവശ്യം നല്ല മഴയുണ്ട്. പക്ഷേ എന്നാലും ഹ്യൂമിഡിറ്റിയാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. കാരണം ഒരു ദിവസം മഴ പെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല റെഡിഷ് കളർ ഓഫ് സ്കൈ ഒക്കെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ എല്ലായിടത്തും ഓണായി തുടങ്ങി. ലൈറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ബിൽഡിങ്ങിലൊക്കെ. ഏകദേശം രാത്രിയാകാൻ പോവാണ്. ഏകദേശം I think 7:30 ഒക്കെ ആവും ഇവിടെ അത്യാവശ്യം നല്ല ഒന്ന് ഇരുട്ടായി വരാൻ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ വന്നു. ഏകദേശം വാഹനങ്ങളിലൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു. ആളുകളും നല്ലോണമുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ നല്ല ആളുകൾ നല്ല വൈബാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സോങ്സ് DJ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ മറൈൻ ഡ്രൈവ് വാക്ക് വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീച്ചും കാണാൻ പറ്റും. അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഞാൻ കണ്ടു. അതിൻ്റെ വീഡിയോ എനിക്ക് കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പിന്നെ അവിടെ നല്ല സ്ട്രീറ്റ് ഫുഡ് ലൈക്ക് ഐറ്റംസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഷോപ്സ് ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഉണ്ട്. ബീച്ചിൽ തന്നെ നല്ല ഷോപ്പുണ്ട്. നല്ല ക്രൗഡഡുമാണ്. അവിടെ സാൻഡിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ മാനേജ് ചെയ്യുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നി. കുറച്ചേരം കൂടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞാനിങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. വോക്ക്വേയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടണലൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. പിന്നെ അത്യാവശ്യം ഇങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് എന്താ അറിയില്ല, നല്ല സൂപ്പർ കാഴ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. സൂപ്പർ കാർ, സൂപ്പർ ബൈക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ഈ റോഡിലൂടെ പോകുന്ന കാണാൻ പറ്റും. ഞാനിങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നീല കളറിൽ ഇങ്ങനെ ഷീറ്റിട്ട് നമ്മളിങ്ങനെ കാണുന്നതാണ് ടണൽസ്. അങ്ങനെ 2 ടണലാണ് അവിടെ ഉള്ളത്.
അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സംസാരത്തിലൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട്, അത്യാവശ്യം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റത്തെ ട്രാവൽ വീഡിയോ ആണ്. പക്ഷേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ കൊടുത്തപ്പോൾ നല്ലൊരു മെമ്മറി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഇടുകയെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസത്തിന് എൻ്റെ ഫോണിലാണ് അത്യാവശ്യം സ്റ്റോറേജും ഇല്ല. ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഷേക്കിംഗ് ഉണ്ട് വീഡിയോക്ക്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി നമ്മൾ ഒന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഒന്ന് യൂട്യൂബ് കണ്ടൻറ്റ്, ട്രാവൽ കണ്ടൻറ്റൊക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഇതിനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വളരെ പുതിയ പുതിയ കണ്ടൻറ്റുകളായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വോക്ക് വേയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യു ഷേപ്പിലാണ് ഇവിടെ വോക്ക് വേ വരുന്നത്. നല്ല വ്യൂ ആണ്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഹോട്ടൽസൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. നല്ല ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ മുംബൈയിലാണ്. നല്ല ചൂടാണ് ഇവിടെ. ഏകദേശം 31-34 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് എ സി ഒന്നും ഇല്ലാതെ സർവൈവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വോക്ക് വേയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ 2 സ്റ്റേഷൻ അത്യാവശ്യം കവർ ചെയ്യും. 2 റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം കവർ ചെയ്യും. ചർണി റോഡ് മനോഹരമായൊരു ബിൽഡിംഗ് ഉണ്ട്. അടിപൊളിയായിട്ട് ബിൽഡിംഗ് ഉണ്ട്. ഇമേജൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊള്ളിക്കാൻ അത്ര അടിപൊളി വീഡിയോ ഒന്നും അല്ല. പക്ഷേ എനിക്ക് ഫസ്റ്റായി തോന്നി എൻ്റെ ഫോട്ടോസ് നമുക്ക് എവിടെ പബ്ലിഷ് ചെയ്യണം തോന്നി. നമ്മുടെ യൂട്യൂബ് ചാനലില്ലാതെ വേറെ വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്തതിന് ശേഷം ഞാനത് കേൾക്കുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് അവിടെ ചെയ്ത കാര്യം അവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മളായിട്ട് ചെയ്തൊരു കാര്യങ്ങൾ, നമ്മളായിട്ട് എടുത്ത വീഡിയോ, അതൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നത് ഒരു നല്ല തിങ്ങായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു പക്ഷെ മുൻകാർ ഞാനത് കേൾക്കാറുണ്ടാവില്ല. കാരണം എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കേൾക്കാറുണ്ടാവില്ല. പക്ഷേ ഓക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു തോട്ടാണ് ഇപ്പോൾ എനിക്കുള്ളത്. Mumbai is amazing. Place. And there is some underground roads on that way, and this is that one underground, and this is the second one, and I'll show the entry. ഇപ്പോൾ നമ്മൾ നടന്ന് 2ാമത്തെ ടണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസാണ്. അങ്ങനെ ഒന്ന് സൺസെറ്റിൻ്റെ ഫോട്ടോസ്, 2-3 സൺസെറ്റിൻ്റെ ഫോട്ടോസ്, പിന്നെ ചർണി റോഡ്, അത് ഞാൻ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോയിട്ടേ ഉള്ളൂ. അത്ര
സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വ്ളോഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ട് ഇത് കൂട്ടിയാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണുന്നൊരു ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പോവാം. ഇനി നല്ല കണ്ടൻറ്റ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ജ്യൂസ് കുടിക്കാൻ കയറി. അപ്പോൾ നല്ലൊരു കോട്ട് കണ്ടു, ഗുഡ്നെസ് ഇൻ എവരി സിപ്പ്, നല്ലൊരു കോട്ട് കണ്ടു. അപ്പോൾ അതിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചതാണ്. ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ചില സമയത്ത് ഫോട്ടോ എടുത്ത് വെക്കാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ബൈ.